ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഫാമിലിയുമൊത്ത് കുണ്ടുകടവ് പാലത്തിന് താഴെ പുതിയതായി സ്റ്റാർട്ട് ചെയ്ത ബോട്ടിംഗ് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഗുരുവായൂർ പാവർട്ടി റോഡിൽ പാവർട്ടി സെൻട്രലിൽ നിന്നും വലത്തോട്ട് പോകുന്ന കുണ്ടുകടവ് റോഡിലൂടെ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ സ്ഥലത്തെത്താം. അത്യാവശ്യം വലുപ്പമുള്ള പാലത്തിന് മുകളിൽ നിന്ന് 2 സൈഡും പരന്നൊഴുകുന്ന പുഴയുടെ ഭംഗി ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ. പാലം ഇറങ്ങി ഇടത്തോട്ടുള്ള സെമിത്തേരി റോഡിലൂടെ കുറച്ച് നടന്നപ്പോൾ കയാക്കിംഗ് ബോട്ടിംഗ് സെന്ററിലെത്തി. ഒരു സൈഡിൽ മുകളിലിരുന്ന് പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനും വിശ്രമിക്കാനുമുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറുവശത്ത് കയാക്കിംഗ് ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരായി ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കടവിൽ 4 പേർക്ക് സഞ്ചരിക്കാവുന്ന ഫൈബർ പെഡസ്റ്റൽ ബോട്ട് തയ്യാറാക്കി നിർത്തി സ്റ്റാഫ് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 4 പേർക്ക് ഇരിക്കാവുന്നിടത്ത് ചെറിയ മോന്റെ വാശി കാരണം 5 പേരായിട്ടാണ് ഞങ്ങളുടെ യാത്ര. പെഡലുകൾ ചവിട്ടിയിട്ടും ബോട്ട് നീങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. വലിയ പുഴ ആയതുകൊണ്ടായിരിക്കാം ബോട്ട് തീരത്തു നിന്നും നീങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ പുഴയുടെ മധ്യഭാഗത്ത് എത്തിയിരിക്കുന്നു. തൊട്ടടുത്തൊന്നും ലൈഫ് ബോട്ടുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ പേടിയുണ്ട്. ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചതുകൊണ്ട് ഒരു ആശ്വാസം. ഞങ്ങൾ പോയി കുണ്ടുകടവ് പാലത്തിനടിയിൽ എത്തിയിട്ടാ. ഇനി അപ്പുറത്തേക്ക് പോകണ്ടെന്ന് കരുതി ഞങ്ങൾ കടവിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തായാലും ഒരു അടിപൊളി ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ. എല്ലാവരും അടിച്ചു പൊളിച്ച് ആസ്വദിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.